Okay, so today's topic is projections of lines and line rotation method. Okay, അപ്പം നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന പ്രൊജക്ഷൻസ് ഓഫ് ലൈൻസിലെ ലൈൻ റൊട്ടേഷൻ മെത്തേഡ് ആണ്. ഈ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് മനസ്സിലായാൽ മതി, ബാക്കി എല്ലാ പ്രോബ്ലവും ഇതേപോലെ സിമിലർ ആണ്, ഒരു വ്യത്യാസവും ഇല്ല. നിങ്ങൾ വിചാരിക്കും ഇത് ഭയങ്കര പാടാണ്, ഒരു പാടുമില്ല, വളരെ സിമ്പിൾ ആണ്. ആ ഒരു ലോജിക്ക് പിടികിട്ടാത്തതിന്റെ ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. അപ്പൊ ലൈൻ റൊട്ടേഷൻ മെത്തേഡ് എന്നൊരു മെത്തേഡാണ് ഞാൻ ഈ ഒരു പ്രോബ്ലത്തിലൂടെ പറയുന്നത്. സോ ഈ പ്രോബ്ലത്തിൽ നിങ്ങൾക്ക് എന്ത് സംശയം വന്നാലും എന്നോട് ചോദിക്കണം. ഇത് ക്ലിയർ ആണെങ്കിൽ നിങ്ങൾക്ക് ഏത് പ്രോബ്ലവും ചെയ്യാം. ഓക്കെ, അപ്പം അതിനു മുമ്പ് നമ്മൾ ആദ്യം ലൈൻസ് പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം നിങ്ങൾ ഏത് പ്രോബ്ലം വന്നാലും എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഇങ്ങനെ ഒരു സൈഡിൽ ഒരു കുരിശ് വരച്ചു വെക്കണം. എന്താ ഇങ്ങനെ ഒരു കുരിശ് കണ്ടോ? ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആക്ച്വലി ക്വാഡ്രന്റ് ആണ്, ക്വാഡ്രന്റ്. സോ ഞാനിപ്പോ ഇവിടെ ഫസ്റ്റ് എന്ന് കൊടുക്കുക, ഇത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്. ഫസ്റ്റ് ക്വാഡ്രന്റ്, ഇപ്പൊ ഇവിടെ ഫസ്റ്റ് എന്ന് കൊടുക്കുക, ഇവിടെ സെക്കൻഡ് എന്ന് കൊടുക്കുക, ഇവിടെ സെക്കൻഡിന് താഴെ എന്ത് കൊടുക്കണം? തേർഡ്. ഞാൻ ഇത് പറയുമ്പോൾ നിങ്ങൾ ബുക്കിൽ വരച്ചു വെക്കണേ റഫായിട്ട്. തേർഡ്, ഫോർത്ത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ 4 ക്വാഡ്രന്റ്സ് ഉണ്ട്. അപ്പൊ നമുക്കൊരു ലൈൻസിന്റെ പ്രോബ്ലം വരുമ്പോൾ ഈ ലൈന് ഒന്നുകിൽ ലൈനിന്റെ ഒരു പോയിന്റ് ഏതെങ്കിലും ഒരു ക്വാഡ്രന്റിലായിരിക്കും, ചിലപ്പോൾ ഫസ്റ്റ് ക്വാഡ്രന്റിലായിരിക്കും, ചിലപ്പോൾ സെക്കൻഡിലായിരിക്കും, തേർഡ്, ഫോർത്ത്. ഓക്കെ, അപ്പൊ നമ്മൾ എപ്പോഴും അറിയേണ്ട കാര്യം ഫ്രണ്ട് വ്യൂ എവിടെ നിന്നാണ് നോക്കുന്നത് എന്നുള്ളതാണ്. നമുക്ക് ഡയറക്ഷൻ ഇവിടെ നിന്നാണ് എപ്പോഴും നോക്കുന്നത്. ഫ്രണ്ട് വ്യൂ ഈ ഒരു ഡയറക്ഷനിൽ നിന്നാണ് ഫ്രണ്ട് വ്യൂ നോക്കുന്നത്. കണ്ടോ? ദിസ് ഈസ് ദി ഫ്രണ്ട് വ്യൂ ഡയറക്ഷൻ. ഓക്കെ, ഇനി ടോപ്പ് വ്യൂ ഡയറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് മേളിൽ നിന്ന് താഴോട്ട്. ദിസ് ഈസ് ദ ടോപ്പ് വ്യൂ ഡയറക്ഷൻ. ദിസ് ഈസ് ദി ടോപ്പ് വ്യൂ ഡയറക്ഷൻ. ഓക്കെ, അപ്പം ഫ്രണ്ട് വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോ ഇവിടെ ഒരു പോയിന്റ്, ഞാനിപ്പോ ഇവിടെ ഒരു ചെറിയൊരു പോയിന്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ഇവിടെ ഓക്കെ ഓക്കെ അപ്പൊ ഫസ്റ്റ് ക്വാഡ്രന്റില് ഞാൻ എ എന്ന് പറയുന്നൊരു പോയിന്റ് ഇരിക്കുന്നു. എ ഫസ്റ്റ് ക്വാഡ്രന്റില് എ എന്ന് പറയുന്നൊരു പോയിന്റ് ഇരിക്കുന്നു. എ. ഓക്കെ, അപ്പൊ എയുടെ ഫ്രണ്ട് വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പ്ലെയിനിനെ നമ്മൾ ഈ നടുക്കൂടി കുരിശിന്റെ നടുക്ക് വരച്ചേക്കുന്ന ഈ ലൈനിനെ നമ്മൾ വി പി എന്ന് പറയുന്നു. വെർട്ടിക്കൽ പ്ലെയിൻ വി പി എന്ന് പറയും. വി പി, ഈ പ്ലെയിനെ നമ്മൾ വി പി എന്നാണ് പറയുന്നത്. വി പി. ഓക്കെ, അപ്പൊ അതിന് താഴെയുള്ള ഇതിനെ എന്തായിരിക്കും പറയുന്നത്? ഇത് എച്ച് പി എന്നാണ് പറയുന്നത്. എച്ച് പി. ഓക്കെ, അപ്പൊ ഇത് രണ്ടുകൂടെ കൂട്ടിമുട്ടുന്ന ഒരു പോയിന്റ് ഉണ്ടല്ലോ. ഈ പോയിന്റിനെ നമ്മൾ എന്തെന്ന് പറയുന്നത്? എക്സ് വൈ ലൈൻ എന്ന് പറയുന്നത്. എക്സ് വൈ ലൈൻ. അപ്പൊ ഞാൻ ഇതിനെ സൈഡ് വ്യൂ വരച്ചേക്കുന്നതുകൊണ്ടാണ് അത് എക്സ് വൈ ലൈൻ നിങ്ങൾക്ക് എന്തായിട്ടാണ് കാണുന്നത്? ഒരു പോയിന്റ് ആയിട്ടാണ് കാണുന്നത്. എക്സ് വൈ ലൈൻ. എക്സ് വൈ എന്ന് പറയുന്നത് ഇവിടുത്തെ ഇത് രണ്ടുകൂടി ഇന്റർസെക്ട് ചെയ്തേക്കുന്ന പോയിന്റ് ആണ് എക്സ് വൈ എന്ന് പറയുന്നത്. എക്സ് വൈ എന്ന് കൊടുക്കാം. എക്സ് വൈ. ഓക്കെ, അപ്പൊ ഈ എയുടെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് നേരെ എവിടെ വരുമെന്ന് അറിയാമോ? വി പിയിൽ വരും. വി പിയിൽ. കണ്ടോ? നമ്മൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ എയുടെ ഫ്രണ്ട് വ്യൂ വി പിയിൽ വരും. അപ്പൊ ഇതിന് നമ്മൾ എന്ത് പേരാ കൊടുക്കുന്ന? എ ഡാഷ് എന്നുള്ള പേരാ കൊടുക്കുന്നത്. എ ഡാഷ്. ഫ്രണ്ട് വ്യൂവിന് നമ്മൾ കൊടുക്കുന്ന പേരെന്താ? എ ഡാഷ്. എ ഡാഷ്. ഓക്കെ, ഇനി ടോപ്പ് വ്യൂ എവിടെ വരും? മേളിൽ താഴോട്ട് നോക്കുമ്പോൾ എയുടെ ടോപ്പ് വ്യൂ എവിടെ വരും? ദേ എച്ച് പിയിൽ വരും. കണ്ടോ? അപ്പൊ ഈ പോയിന്റ് ഞാൻ എന്ത് കൊടുക്കും? ഇതിന് ഞാൻ എ എന്ന് പേര് കൊടുക്കും. എ. ദാറ്റ് ഈസ് ദ ടോപ്പ് വ്യൂ. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് എപ്പോഴും എവിടെ ആയിരിക്കും? ഇൻ വി പിയിലായിരിക്കും. ഫ്രണ്ട് വ്യൂ എപ്പോഴും വെർട്ടിക്കൽ പ്ലെയിനിലായിരിക്കും. ഓക്കെ, അത് എബവ് എക്സ് വൈ ലൈൻ ആകാം, ബിലോ എക്സ് വൈ ലൈൻ ആകാം. എബവ് എക്സ് വൈ ലൈൻ ആകണമെങ്കിൽ ഫസ്റ്റ് ക്വാഡ്രന്റിൽ അല്ലെങ്കിൽ സെക്കൻഡ് ക്വാഡ്രന്റിലായിരിക്കണം. ഇപ്പൊ ഞാൻ ഫസ്റ്റ് ക്വാഡ്രന്റാ പറഞ്ഞേ, സെക്കൻഡ് ക്വാഡ്രന്റ് കാണിച്ചു തരാം.
ഫസ്റ്റ് ക്വാഡ്രന്റ് അല്ലെങ്കിൽ സെക്കൻഡ് ക്വാഡ്രന്റ്. അതായത് ഞാൻ പറഞ്ഞത് ഫ്രണ്ട് വ്യൂ എന്ന് പറഞ്ഞാൽ എയുടെ ഫ്രണ്ട് വ്യൂ എ ഡാഷ് അത് എപ്പോഴും ഏത് പ്ലെയിനിലായിരിക്കും? ബി പിയിലായിരിക്കും. അതാ ഫ്രണ്ട് വ്യൂ ഇൻ ബി പി. എബവ് എക്സ് വൈ ലൈനിലായിരിക്കും ഫ്രണ്ട് വ്യൂ എപ്പോഴും ഫസ്റ്റ് ക്വാഡ്രന്റിലും പോയിന്റ് ഫസ്റ്റ് ക്വാഡ്രന്റിലും സെക്കൻഡ് ക്വാഡ്രന്റിലും ആണെങ്കിൽ. ഓക്കെ, അപ്പൊ എ എന്ന് പറയുന്ന പോയിന്റ് ഫസ്റ്റ് ക്വാഡ്രന്റിലാണ്. എയുടെ ഫ്രണ്ട് വ്യൂ എ ഡാഷ് ബി പിയിൽ കിട്ടി. ഇനി ടോപ്പ് വ്യൂ എപ്പോഴും എവിടെ ആയിരിക്കും? ടോപ്പ് വ്യൂ ഇൻ എച്ച് പി ആയിരിക്കും. ടോപ്പ് വ്യൂ ഇൻ എച്ച് പി ആയിരിക്കും. ടോപ്പ് വ്യൂ ഇൻ എച്ച് പി. അപ്പൊ ഫ്രണ്ട് വ്യൂ ഇൻ വി പി ആയിരിക്കും, ടോപ്പ് വ്യൂ ഇൻ എച്ച് പി ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുന്ന ടോപ്പ് വ്യൂ കിട്ടിക്കഴിഞ്ഞാൽ ഈ എച്ച് പിയെ നമ്മൾ 90 ഡിഗ്രി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യും. അപ്പോഴാണ് നമ്മുടെ ഈ ടോപ്പ് വ്യൂ നേരെ താഴെ എക്സ് വൈ ലൈനിന്റെ താഴെ വരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കുക. എന്താണ് ഫ്രണ്ട് വ്യൂ എവിടാ വരുന്നത്, ടോപ്പ് വ്യൂ എവിടാ വരുന്നത്, ഫസ്റ്റ് ക്വാഡ്രന്റിൽ. ഞാൻ ഈ പറഞ്ഞ ഇത്രയും ക്ലിയർ ആണോ? അടോണോ ഇത്രയും ക്ലിയർ ആണോ? ഓക്കെ, ആനന്ദ് ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി ഓക്കെ, ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഇനി ബി എന്ന് പറയുന്ന ഒരു പോയിന്റ്, ബി എന്ന് പറയുന്ന ഒരു പോയിന്റ് സെക്കൻഡ് ക്വാഡ്രന്റിലാണെന്ന് വിചാരിക്കുക. അതാ ഇവിടെ ബി എന്ന് പറയുന്ന ഒരു പോയിന്റ്. ഓക്കെ, അപ്പോഴും നമ്മുടെ ബി എന്ന് പറയുന്ന പോയിന്റ് സെക്കൻഡ് ക്വാഡ്രന്റിലാണ്. കാണുന്നുണ്ടല്ലോ. അപ്പൊ നമ്മൾ ഇവിടെ നോക്കി, ഫ്രണ്ടിൽ നിന്ന് നോക്കി. അപ്പം ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഈ ബിയുടെ പ്രൊജക്ഷൻ ലൈൻ എവിടെ വരും? ദാ വി പിയിൽ വരും. കണ്ടോ? ദാ വി പിയിൽ കണ്ടോ? അതിന് ഞാൻ എന്ത് പേര് കൊടുക്കും? അതിന് ഫ്രണ്ട് വ്യൂ ആയതുകൊണ്ട് ബി ഡാഷ് എന്ന് പേര് കൊടുക്കും. ദിസ് ഈസ് ബി ഡാഷ്. സ്മോൾ ലെറ്റർ ബി ആണ്. ദിസ് ഈസ് ബി ഡാഷ്. ഇതാണ് ഇതിന്റെ ബേസ്. ഇത് അറിയാമെങ്കിൽ നമുക്ക് വരയ്ക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് ബി ഡാഷ്. ഓക്കെ, ഇനി മേളിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ ബിയുടെ ടോപ്പ് വ്യൂ നേരെ താഴെ വരും. കണ്ടോ? ഇവിടെ വരും. എവിടെ വരും? എച്ച് പിയിൽ വരും. അതിന് ബി എന്ന് കൊടുക്കുക. സ്മോൾ ബി. സ്മോൾ ബി എന്ന് കൊടുക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് കണ്ടല്ലോ, ഫ്രണ്ട് വ്യൂ വി പിയിലാണ്, എബവ് എക്സ് വൈ ലൈനിൽ വരും ഫ്രണ്ട് വ്യൂ. ഏത് ക്വാഡ്രന്റിലാണെങ്കിൽ? ഫസ്റ്റിലും സെക്കൻഡിലും ആണെങ്കിൽ. അതായത് എയുടെ ഫ്രണ്ട് വ്യൂ ആണ് എ ഡാഷ്, അത് എബവ് എക്സ് വൈ ലൈൻ ആണ്. ബിയുടെ ഫ്രണ്ട് വ്യൂ ആണ് ബി ഡാഷ്, അതും എബവ് എക്സ് വൈ ലൈൻ ആണ്. അതായത് ഫസ്റ്റ് ക്വാഡ്രന്റിലും സെക്കൻഡ് ക്വാഡ്രന്റിലും ഇരിക്കുമ്പോൾ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് എപ്പോഴും എബവ് എക്സ് വൈ ലൈൻ ആയിരിക്കും. ഈ പോയിന്റ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതായത് ഫസ്റ്റിലും സെക്കൻഡിലും ആകുമ്പോൾ ഫ്രണ്ട് വ്യൂ എപ്പോഴും എബവ് എക്സ് വൈ ലൈൻ ആയിരിക്കും. ഓക്കെ, ഇനി തേർഡ് ക്വാഡ്രന്റ് സി എന്ന് പറയുന്ന ഒരു പോയിന്റ്. ഓക്കെ, അപ്പൊ ഇവിടെ ഓക്കെ, ഇപ്പൊ ഞാനിപ്പോ ഇതിന് സി എന്ന് പറഞ്ഞൊരു പേര് കൊടുക്കുക. സി. ദിസ് പോയിന്റ് ഈസ് സി. അതായത് സി എന്ന് പറയുന്നൊരു പോയിന്റ് ഏത് ക്വാഡ്രന്റിലാണ്? തേർഡ് ക്വാഡ്രന്റിലാണ്. സി എന്ന് പറയുന്നൊരു പോയിന്റ് തേർഡ് ക്വാഡ്രന്റിലാണ്. അപ്പൊ അതിന്റെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് എവിടെ വരും? അഗൈൻ വി പിയിൽ വരും. കണ്ടോ? വി പിയിൽ വരും. അപ്പൊ അതിന് ഞാൻ പേര് കൊടുത്തു സി ഡാഷ് എന്ന പേര് കൊടുത്തു. ദിസ് ഈസ് സി ഡാഷ്. ദിസ് പോയിന്റ് ഈസ് സി ഡാഷ്. This point is C dash. Okay, അപ്പോ ദാ അടുത്ത പോയിന്റ് ഫ്രണ്ട് വ്യൂ വി പിയിലാണ്, പക്ഷെ അത് ബിലോ എക്സ് വൈ ലൈൻ ആയിരിക്കും. ബിലോ എക്സ് വൈ ലൈൻ. ഓക്കെ, ഏതൊക്കെ ക്വാഡ്രന്റില്? തേർഡ് ക്വാഡ്രന്റിലും ഫോർത്ത് ക്വാഡ്രന്റിലും. ദിസ് ഈസ് ദ അനദർ പോയിന്റ് ക്വാഡ്രന്റ്. ഓക്കെ, അതായത് തേർഡ് ക്വാഡ്രന്റിലും ഇപ്പം സി എന്ന് പറയുന്ന പോയിന്റ് തേർഡ് ക്വാഡ്രന്റിലായിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഫ്രണ്ട് വ്യൂ എവിടെ വന്നത്? ബിലോ എക്സ് വൈ ലൈൻ. കണ്ടോ? ബിലോ എക്സ് വൈ ലൈൻ. ഓക്കെ, ഇനി ടോപ്പ് വ്യൂ, അതിന്റെ ടോപ്പ് വ്യൂ എവിടെ വരും? സിയുടെ ടോപ്പ് വ്യൂ ഇവിടെ
എച്ച് പിയിൽ വന്നു, അതിനെന്ത് പേര് കൊടുക്കണം? അതിന് സി എന്ന് പേര് കൊടുക്കുക. ദിസ് ഈസ് സ്മോൾ സി. ദിസ് ഈസ് സ്മോൾ സി. ദിസ് ഈസ് സ്മോൾ സി. ഓക്കെ. ഇനി അടുത്ത പോയിന്റ്, ഓക്കെ. സോ ഇനി അടുത്ത പോയിന്റ് ഡി എന്ന് പറയുന്ന ഒരു പോയിന്റ്. ഡി എന്ന് പറയുന്ന പോയിന്റ് ഏത് ക്വാഡ്രന്റിലാണെന്ന് അറിയാം? ഫോർത്ത് ക്വാഡ്രന്റിലാണ്. സോ ഡി എന്ന് പറയുന്ന പോയിന്റ് ഫോർത്ത് ക്വാഡ്രന്റിലാണ്. അപ്പൊ അതിന്റെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് ഇവിടെ വരും, നേരെ ഇവിടെ വരും, കണ്ടോ? വി പിയിൽ വരും, വി പിയിൽ. അപ്പൊ അതിന് പേര് കൊടുക്കുക, ദിസ് ഈസ് ഡി ഡാഷ്, സ്മോൾ ഡി ഡാഷ്. ഓക്കെ. ഇനി ഇതിന്റെ ടോപ്പ് വ്യൂ, ഡിയുടെ ടോപ്പ് വ്യൂ നേരെ ഇവിടെ ഒരു എച്ച് പിയിൽ വരും, കണ്ടോ? ഇവിടെ. അപ്പൊ അതിനെന്ത് കൊടുക്കണം? അതിന് ഡി എന്ന് പറഞ്ഞ് പേര് കൊടുക്കും. ദിസ് ഈസ് ഡി. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നോട്ട്ബുക്കിലോട്ട് നോട്ട് ചെയ്തോണേ എല്ലാവരും. ദിസ് ഈസ് ഡി, ദിസ് ഈസ് ഡി. ഇത് അറിയാമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ ലൈൻസിന്റെ പ്രോബ്ലംസ് എല്ലാം. ഓക്കെ. ഞാനിപ്പോ ഇത്രയും പറഞ്ഞത് ക്ലിയർ ആണോ അഡോണ? ഓക്കെ. ആനന്ദ് ക്ലിയർ അല്ലേ? ആനന്ദ് ഓക്കെ. മുന്നേക്കും ക്ലിയർ ആണല്ലോ അല്ലേ? ക്ലിയർ ആണ് സാർ. ഓക്കെ. ഇനി അടുത്ത പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ എച്ച് പി, ഈ ലൈൻ ആണ് എച്ച്. അപ്പൊ നിങ്ങൾ പരീക്ഷയ്ക്ക് ഞാൻ ഈ പറഞ്ഞ ഈ ഒരു കുരിശ് വരച്ച് 1 2 3 4 എന്നുള്ള ക്വാഡ്രന്റ് മാർക്ക് ചെയ്ത് നിങ്ങളുടെ പ്രോബ്ലത്തിൽ എവിടാണോ പറഞ്ഞേക്കുന്നത് അത് ആദ്യം മാർക്ക് ചെയ്യണം, എന്നിട്ട് നമുക്ക് വരച്ചു തുടങ്ങാൻ പറ്റത്തുള്ളൂ. ഓക്കെ. അപ്പം ഇനി അടുത്ത ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ എച്ച് പിയുടെ മേളിലോട്ടുള്ളതിനെ, ഈ ഡിസ്റ്റൻസിനെ നമ്മൾ, എച്ച് പിയുടെ മേളിലോട്ടുള്ള ഡിസ്റ്റൻസിനെ നമ്മൾ, എച്ച് പിയുടെ മേളിലോട്ടുള്ള ഡിസ്റ്റൻസിനെ നമ്മൾ പറയുന്നത് എന്താണ്? എബവ് എച്ച് പി എന്ന് പറയും. എബവ് എച്ച് പി, എബവ് എച്ച് പി, എബവ് എച്ച് പി എന്ന് പറയും. എബവ് എച്ച് പി. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ എബവ് എച്ച് പി എന്ന് പറഞ്ഞാൽ, എബവ് എച്ച് പി എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ക്വാഡ്രന്റാ വരുന്നത്? ഫസ്റ്റും വരും, സെക്കൻഡും വരും. അപ്പൊ ഇത് പെട്ടെന്ന് മനസ്സിൽ വരണം. ഫസ്റ്റും എബവ് എച്ച് പി എന്ന് കണ്ടാൽ അതിന്റെ അർത്ഥം ഐദർ ഫസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ്. അപ്പൊ ഇത് എബവ് എച്ച് പി ആയതുകൊണ്ട് ഇതിന് താഴോട്ടുള്ളത് എന്തായിരിക്കും? താഴോട്ടുള്ളത് ബിലോ എച്ച് പി ആയിരിക്കും. ഇതിന് താഴോട്ടുള്ളത് ബിലോ എച്ച് പി ആയിരിക്കും. അപ്പൊ ഇത് ബിലോ എച്ച് പി എന്ന് കൊടുക്കാം. ബിലോ എച്ച് പി. ഓക്കെ. അപ്പം ബിലോ എച്ച് പി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ എന്ത് വരണം? തേർഡ് ക്വാഡ്രന്റും ഫോർത്ത് ക്വാഡ്രന്റും. ഞാനിത് പറഞ്ഞത് ക്ലിയർ ആണോ ആനന്ദ്? എബവ് എച്ച് പി, ബിലോ എച്ച് പി. ഓക്കെ. ഇനി അടുത്തത് ഇൻ ഫ്രണ്ട് ഓഫ് വി പി, അതായത് ഈ നടുക്ക് കാണുന്നതാണ് വി പി. അപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ടുള്ളതിനെ നമ്മൾ ഇൻ ഫ്രണ്ട് ഓഫ് വി പി എന്നാ പറയുന്നത്. ഈ ഡിസ്റ്റൻസിനെ നമ്മൾ വി പിന്ന് ഈ ഫ്രണ്ടിലോട്ടുള്ളതിനെ നമ്മൾ, ഇതിനെ നമ്മൾ ഇൻ ഫ്രണ്ട് ഓഫ് വി പി എന്ന് പറയും. ഇൻ ഫ്രണ്ട് ഓഫ് വി പി. അപ്പൊ നിങ്ങൾ പെട്ടെന്ന് ക്വസ്റ്റ്യനിൽ ഇൻ ഫ്രണ്ട് ഓഫ് വി പി എന്ന് കണ്ടു കഴിഞ്ഞാൽ, നിങ്ങൾ ക്വസ്റ്റ്യനിൽ ഇൻ ഫ്രണ്ട് ഓഫ് വി പി എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് മനസ്സിലാക്കണം? അത് ഒന്നുകിൽ ഫസ്റ്റ് ക്വാഡ്രന്റ് അല്ലെങ്കിൽ ഫോർത്ത് ക്വാഡ്രന്റ് ആയിരിക്കും. ഇൻ ഫ്രണ്ട് ഓഫ് വി പി എന്ന് കണ്ടാൽ ഒന്നുകിൽ ഫസ്റ്റ് ആയിരിക്കും അല്ലെങ്കിൽ ഫോർത്ത് ആയിരിക്കും. ഇനി അപ്പൊ വി പി എന്ന് പുറകിലോട്ടുള്ളത് എന്തായിരിക്കും? ബിഹൈൻഡ് വി പി എന്ന് പറയും. ഇങ്ങോട്ടുള്ളത് ദിസ് ഈസ് ബിഹൈൻഡ് വി പി. ഇങ്ങോട്ടുള്ളതിനെ നമ്മൾ എന്ത് പറയും? ദിസ് ഈസ് ബിഹൈൻഡ് വി പി എന്ന് പറയും. ബിഹൈൻഡ് വി പി. ദിസ് ഈസ് ബിഹൈൻഡ് വി പി. ഓക്കെ. അപ്പൊ ഇതാണ് ഇതിനകത്തിലെ പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ. അപ്പം എബവ് എച്ച് പി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ക്വാഡ്രന്റും സെക്കൻഡ് ക്വാഡ്രന്റും വരാം. ബിലോ എച്ച് പി എന്ന് പറഞ്ഞാൽ തേർഡും ഫോർത്തും വരാം. ഇൻ ഫ്രണ്ട് ഓഫ് വി പി എന്ന് പറഞ്ഞാൽ ഫസ്റ്റും ഫോർത്തും വരാം. ബിഹൈൻഡ് വി പി എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ക്വാഡ്രന്റ് വരും. ഓക്കെ. എബവ് എച്ച് പി ഇൻ ഫ്രണ്ട് എന്ന ക്വസ്റ്റിനെ കണ്ടാൽ അത് ഏത് ക്വാഡ്രന്റാ? ഫസ്റ്റ് ആണ്. എബവ് എച്ച് പി ബിഹൈൻഡ് ബി പി എന്ന് കണ്ടു കഴിഞ്ഞാൽ സെക്കൻഡ് ക്വാഡ്രന്റ് ആണ്. ദെൻ ബിലോ എച്ച് പി ആൻഡ് ബിഹൈൻഡ് വി പി എന്ന് കണ്ടാൽ തേർഡ് ക്വാഡ്രന്റ് ആണ്. ബിലോ എച്ച് പി ഇൻ ഫ്രണ്ട് ഓഫ് വി പി എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഫോർത്ത് ക്വാഡ്രന്റ് ആണ്. ഇത്രയും ക്ലിയർ ആണല്ലോ അല്ലെ എല്ലാവർക്കും? അഡോണ ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി നമ്മൾ നമ്മുടെ പ്രോബ്ലത്തിലോട്ട് കയറാൻ പോകും.
നിങ്ങൾക്ക് പ്രൊജക്ഷൻ ഓഫ് ലൈൻസിന്റെ കിട്ടുമ്പോൾ നിങ്ങൾ ആദ്യം എക്സാമിന് കിട്ടുമ്പോൾ ആദ്യം ഈ പറഞ്ഞ സാധനം വരച്ചു വെക്കണം റൈറ്റ് സൈഡിൽ. ഇതിന് മാർക്കൊന്നും കിട്ടത്തില്ല, ഒരു മാർക്ക് പോലും ഇതിന് കിട്ടത്തില്ല. പക്ഷെ ഇത് ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഞാൻ ചെയ്യുന്ന മെത്തേഡായി പറയുന്നത് കേട്ടോ. ഞാൻ എന്റെ എളുപ്പവഴിക്ക് വേണ്ടി ചെയ്യുന്ന കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും വഴി ഉണ്ടെങ്കിൽ ആ രീതിക്കും ചെയ്യാം, നോ പ്രോബ്ലം. ഇനി വായിച്ചു നോക്കുക ക്വസ്റ്റ്യൻ. എ ലൈൻ സി ഡി എന്ന് പറയുന്ന ഒരു ലൈൻ ഉണ്ട്, ലെങ്ത് 65. ഓക്കെ, അതായത് സി ഡി എന്ന് പറയുന്ന ഒരു ലൈൻ തന്നിട്ടുണ്ട്, അതിന്റെ ലെങ്ത് 60 എന്ന് പറയുന്നത് ട്രൂ ലെങ്ത് ആണ്. ഈസ് ഇൻക്ലൈൻഡ് അറ്റ് 45 ഡിഗ്രി ടു എച്ച് പി ആൻഡ് 30 ഡിഗ്രി ടു വി പി. അതായത് എച്ച് പിയുടെ ആംഗിളും വി പിയുടെ ആംഗിളും തന്നിട്ടുണ്ട്. എച്ച് പിയുടെ ആംഗിൾ 45 ഡിഗ്രിയാണ്, വി പിയുടെ ആംഗിൾ 30 ഡിഗ്രിയാണ്. അടുത്ത പോയിന്റ്, ദ എൻഡ് ഡി ഈസ് 50 mm above HP and 45 mm in front of VP. കണ്ടല്ലോ, above HP in front of VP. കണ്ടോ, above HP എന്ന് പറഞ്ഞ ആദ്യം above HP എന്ന് പറഞ്ഞാൽ എത്ര ഡിസ്റ്റൻസ് ആണ്? 50 mm above HP. അപ്പൊ above HP എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലോട്ട് പെട്ടെന്ന് വരണം, അതിൽ ഫസ്റ്റും വരാം സെക്കൻഡും വരാം, ഫസ്റ്റ് ക്വാഡ്രന്റും വരാം സെക്കൻഡ് ക്വാഡ്രന്റും വരാം. ഓക്കെ, ദെൻ ആൻഡ് അതിന്റെ കൂടെ പറഞ്ഞിട്ടുണ്ട് 45 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇൻ ഫ്രണ്ട് ഓഫ് വി പി എന്ന് പറഞ്ഞാൽ ഏത് ക്വാഡ്രന്റ് മാത്രമേ വരത്തുള്ളൂ? ഫസ്റ്റ് ക്വാഡ്രന്റ് മാത്രമേ വരത്തുള്ളൂ. അപ്പൊ നമുക്ക് മനസ്സിലായി എന്താണ് നമ്മുടെ പ്രോബ്ലം എന്ന് പറയുന്നത് ഫസ്റ്റ് ക്വാഡ്രന്റ് പ്രോബ്ലം ആണ്. അതായത് എബവ് എച്ച് പി ഇൻ ഫ്രണ്ട് ഓഫ് വി പി. അതായത് സെക്കൻഡ് ക്വാഡ്രന്റ് എടുക്കേണ്ട, തേർഡ് ക്വാഡ്രന്റ് എടുക്കേണ്ട, ഫോർത്ത് ക്വാഡ്രന്റ് എടുക്കേണ്ട, ഓൺലി ഫസ്റ്റ് ക്വാഡ്രന്റ്. ഓക്കെ, അപ്പൊ ഇനി ഇത് വെച്ചിട്ടാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യം എന്റെ കൂടെ തന്നെ വരച്ചോണം എല്ലാവരും. ഓക്കെ, സോ ആദ്യം നമ്മൾ എന്ത് ചെയ്യാം? എക്സ് വൈ ലൈൻ വരയ്ക്കുക. ഇത് ഇതിന്റെ ബേസിക് പ്രോബ്ലം ആണ്. ഇത് പിടികിട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് പ്രോബ്ലവും വരയ്ക്കാൻ പറ്റും. സോ എന്റെ കൂടെ തന്നെ വരച്ചോളൂ. ഓക്കെ, ആദ്യം എക്സ് വൈ ലൈൻ വരച്ചു. വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് സംശയം വരുമ്പോൾ അപ്പ എന്നോട് ചോദിക്കണം. സോ എക്സ് വൈ ലൈൻ വരച്ചു, എക്സ് വൈ. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഫസ്റ്റ് ക്വാഡ്രന്റില് ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് എബോവ് എക്സ് വൈ ലൈൻ ആണ്. കണ്ടോ, എബോവ് എക്സ്. കണ്ടോ, ഈ എയുടെ ഫ്രണ്ട് വ്യൂ എവിടെയാണ്? എബോവ് എക്സ്. ഇപ്പൊ നമ്മുടെ ഈ കേസിൽ എക്ക് പകരം ഏത് പോയിന്റ് ആണ്? ഞാനിപ്പോ ഇവിടെ എ മാറ്റുവാണ്. നമ്മുടെ പ്രോബ്ലത്തിൽ ഈ എക്ക് പകരം അവര് ഡി എന്നാ കൊടുത്തേക്കുന്നത്. ഡി, കണ്ടോ, ഡി ആണ്. അപ്പൊ ഈ പോയിന്റ് എന്തായിരിക്കും? ദിസ് ഈസ് ഡി ഡാഷ് ആയിരിക്കും. ഫ്രണ്ട് വ്യൂ ആയതുകൊണ്ട് ഡി ഡാഷ്, സ്മോൾ ഡി ഡാഷ്. ഓക്കെ, ബാക്കിയെല്ലാം ഞാൻ അങ്ങ് ഡിലീറ്റ് ചെയ്യുവാണേ, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി. ബാക്കിയെല്ലാം ഞാൻ അങ്ങ് ഡിലീറ്റ് ചെയ്യാം. നമുക്കിപ്പം ബാക്കിയൊന്നും ആവശ്യമില്ല, ഫസ്റ്റ് ക്വാഡ്രന്റ് മാത്രം മതി ഉള്ളതുകൊണ്ട് ബാക്കിയെല്ലാം ഞാൻ അങ്ങ് ഡിലീറ്റ് ചെയ്യും, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടോ? ഓക്കെ, സോ ഫസ്റ്റ് ക്വാഡ്രന്റില് ഡി എന്ന് പറയുന്ന പോയിന്റ്. സോ ഡിയുടെ ഫ്രണ്ട്, അപ്പൊ അവർ പറഞ്ഞിട്ടുണ്ട് എത്ര മില്ലിമീറ്റർ എബോവ് എച്ച് പി? 50. അപ്പൊ ഞാൻ ആ ഡിസ്റ്റൻസ് കൂടെ ഇവിടെ മാർക്ക് ചെയ്യാം. ഈ ഡിസ്റ്റൻസ് എന്താണ്? ഞാൻ 50 എന്ന് കൊടുക്കാം. ദിസ് ഡിസ്റ്റൻസ് ഈസ് 50. കണ്ടോ, ഈ ഡിസ്റ്റൻസ് 50 ആണ്. അപ്പൊ അതിന്റെ ഫ്രണ്ട് വ്യൂ വരുമ്പോൾ എക്സ് വൈ ലൈനിൽ നിന്ന് ഡി ഡാഷ് വരെ ഡിസ്റ്റൻസ് എത്ര ആയിരിക്കും? 50 തന്നെ ആയിരിക്കും. ഇനി ഡിയുടെ ടോപ്പ് വ്യൂ ഇൻ ഫ്രണ്ട് ഓഫ് വി പി എത്രയാണ്? 45 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി ആണ്. അപ്പൊ ഞാൻ ഇവിടെ എന്ത് കൊടുത്തു? ഞാൻ ഇവിടെ 45 എന്ന് കൊടുത്തു. 45 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി. 45 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി. ഓക്കെ, അപ്പൊ ഇതിന്റെ ടോപ്പ് വ്യൂ താഴെ വരും. ഓക്കെ, അപ്പൊ ഇത് ദിസ് പോയിന്റ് ഈസ് ഡി. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഫ്രണ്ട് വ്യൂ വരയ്ക്കാൻ പോവാണ്. എത്ര മില്ലിമീറ്റർ? 50 millimeter എബവ് എക്സ് വൈ ലൈൻ. അപ്പൊ ഞാൻ ദേ ഒരു ലൈൻ വരച്ചു. കണ്ടോ, എത്ര ഡിസ്റ്റൻസ് എടുക്കണം? എത്ര മില്ലിമീറ്റർ എബവ് എച്ച് പി? 50 millimeter എബവ് എച്ച് പി. കണ്ടോ, എക്സ് വൈ ലൈനിൽ നിന്ന് 50 അല്ലേ? 50 millimeter എബവ് എച്ച് പി.
ഓക്കെ, ഇത്രയും വരച്ചോ? ആനന്ദ് ഇത്രയും വരച്ചല്ലോ അല്ലെ? ആനന്ദ് ഓക്കെ. ഇനി ഇതാ ഇവിടെ താഴെ നമ്മൾ മേളിൽ നിന്ന് നോക്കുമ്പോൾ എത്ര ടോപ്പ് വ്യൂ എത്ര ഡിസ്റ്റൻസ് മാറിയിട്ടാണ്? 45 ഡിസ്റ്റൻസ് മാറിയിട്ടാണ്. കണ്ടോ, XY ലൈനിൽ നിന്ന് 45 മാറിയിട്ടാണ് ഈ ഡി വരുന്നത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ ഹൊറിസോണ്ടൽ പ്ലെയിനെ 90 ഡിഗ്രി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യും. ക്ലോക്ക് ഇങ്ങോട്ടാണ് കറങ്ങുന്നത്, ക്ലോക്ക്. അപ്പൊ നേരെ താഴെ വരും. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഞാൻ ഈ XY ലൈനിൽ നിന്ന് ഇവിടുന്ന് താഴോട്ട് ഒരു ലൈൻ വരയ്ക്കും. എത്ര ഡിസ്റ്റൻസിൽ? 45. ദിസ് ഡിസ്റ്റൻസ് ഈസ് 45. This distance is 45. Okay, എന്നിട്ട് അതിന് പേര് കൊടുക്കുകയാണ്. This name is D dash. This name is D dash. Okay, താഴത്തെ ടോപ്പ് വ്യൂന്റെ പേര് എന്താണ്? D. അഡോണ ഇത്രയും ക്ലിയർ ആണോ? sir. ഓക്കെ, മുന്നേക്ക് ഓക്കെ അല്ലേ? മുന്ന ഓക്കെ. ഇനി അടുത്ത HPയുടെ ആംഗിൾ. HPയുടെ ആംഗിൾ എത്ര ഡിഗ്രിയാണ്? 45 ഡിഗ്രി. അത് നമ്മൾ മേളിൽ മാർക്ക് ചെയ്യണം. VPയുടെ ആംഗിൾ എത്ര ഡിഗ്രിയാണ്? ഞാൻ സോളിഡ്സ് പഠിപ്പിച്ചപ്പോഴൊക്കെ പറഞ്ഞായിരുന്നു, HPയുടെ ആംഗിൾ എപ്പോഴും മേളിലായിരിക്കും. XY ലൈനിന്റെ മേളിലാണ് മാർക്ക് ചെയ്യുന്നത്. VPയുടെ, നിങ്ങൾ അതൊരു എളുപ്പ വഴി എന്നുള്ള നിലയിൽ തന്നെ പഠിച്ചു വെച്ചേക്കുക. HPയുടെ ആംഗിൾ XY ലൈനിന്റെ മേളിലാണ് മാർക്ക് ചെയ്യുന്നത്. VPയുടെ ആംഗിൾ XY ലൈനിന്റെ താഴെ. അപ്പൊ ഞാൻ XY ലൈനിന്റെ മുകളിൽ മാർക്ക് ചെയ്യാൻ പോവാണ്. എത്ര ഡിഗ്രിയാണ്? 45 ഡിഗ്രി ടു HP. അപ്പൊ ഈ D ഡാഷ് എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ഒരു ലൈൻ വരയ്ക്കാം. ഈ ലൈനിന്റെ ലെങ്ത് എന്ന് പറയുന്നത് നമ്മുടെ ട്രൂ ലെങ്ത് ആയിരിക്കണം. ട്രൂ ലെങ്ത് എത്രയാണ്? 65. ട്രൂ ലെങ്ത് ആയിരിക്കണം എപ്പോഴും. ശ്രദ്ധിക്കേണ്ട കാര്യം ട്രൂ ലെങ്ത് ആയിരിക്കണം. സോ 65 എടുത്തിട്ട് ഒരു ലൈൻ വരയ്ക്കാം. സച്ച് ദാറ്റ് ഈ ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കണം? ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇൻക്ലൈൻ ടു HP എത്ര ഡിഗ്രിയാ? 45 ഡിഗ്രി. അപ്പൊ ഇത് വരയ്ക്കാൻ എന്ത് ചെയ്യണം? നിങ്ങൾ ഈ D ഡാഷിൽ നിന്ന് ഒരു ലൈൻ വരയ്ക്കുക ആദ്യം. കണ്ടോ, D ഡാഷിൽ നിന്ന് ഒരു ലൈൻ വരച്ചിട്ട് അവിടെ പ്രൊട്രാക്ടർ വെച്ചിട്ട് ഈ ആംഗിൾ എത്ര എടുക്കണം? 45 എടുക്കണം. കണ്ടോ, ഈ ആംഗിൾ 45 എടുക്കണം. കണ്ടോ ആനന്ദ്, ഈ ആംഗിൾ എടുത്തത് കണ്ടല്ലോ അല്ലെ ആനന്ദ്? 45 ഡിഗ്രി. ഓക്കെ, സോ 45 ഡിഗ്രി ടു HP. എന്നിട്ട് ഈ പോയിന്റിന് നമ്മൾ പേര് കൊടുക്കണം. ഇത് ഒരു പോയിന്റ് D കൊടുത്തു, മറ്റേ പോയിന്റ് C ആണ്. അപ്പൊ C1 ഡാഷ് എന്നാ കൊടുക്കേണ്ടത്. C1 ഡാഷ്. ഫൈനൽ പോയിന്റിനെ C ഡാഷ് കൊടുക്കാവുള്ളൂ. ഇതിന് C1 ഡാഷ് എന്നാണ് പേര് കൊടുക്കേണ്ടത്. C1 ഡാഷ്. ഓക്കെ, ഈ C1 ഡാഷ് കിട്ടിയ ഉടനെ എന്ത് ചെയ്യണമെന്ന് അറിയാം? ഈ C1 ഡാഷിൽ കൂടി ഒരു ലൈൻ വരയ്ക്കുക. ചെയിൻ ലൈൻ വേണം വരയ്ക്കാൻ. ചെയിൻ ലൈൻ. ഓക്കെ, ഈ ലൈനെ നമ്മൾ പറയുന്ന പേര് ഫ്രണ്ട് വ്യൂ ലോക്കസ് ലൈൻ എന്നാ പറയുന്നത്. ഫ്രണ്ട് വ്യൂ ലോക്കസ് ലൈൻ എന്ന് പറഞ്ഞാൽ ആ ലോക്കസ് ലൈനിലായിരിക്കും സിയുടെ ഫൈനൽ ഫ്രണ്ട് വ്യൂ വരാൻ പോകുന്നത്. അതിന്റെ പേരെന്താണ്? ഫ്രണ്ട് വ്യൂ ലോക്കസ് ലൈൻ എന്ന് പേര് കൊടുക്കും. ഫ്രണ്ട് വ്യൂ ലോക്കസ് ലൈൻ. ദെൻ ഈ C1 ഡാഷിനെ എന്ത് ചെയ്യണമെന്ന് അറിയോ? നേരെ താഴോട്ട് പ്രൊജക്ട് ചെയ്യണം. എവിടെ വരെയാണെന്നറിയോ? നമ്മുടെ ഡിയുടെ ലൈൻ വരെ. കണ്ടോ, എവിടാണോ D അവിടം വരെ. എന്നിട്ട് അതിന് പേര് കൊടുക്കുക C1 എന്ന് പേര് കൊടുക്കുക. C1 എന്ന് പേര് കൊടുക്കുക. C1. അപ്പൊ HPയുടെ ആംഗിൾ കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ VPയുടെ ആംഗിൾ എടുക്കണം. VPയുടെ ആംഗിൾ എത്ര ഡിഗ്രിയാണ്? 30 ഡിഗ്രി ടു VP ആണ്. അത് എവിടെ മാർക്ക് ചെയ്യണം? അത് താഴെ മാർക്ക് ചെയ്യണം. താഴെ XY ലൈനിന്റെ താഴെ ലൈൻ വരയ്ക്കുക. നമുക്കറിയാം ലൈനിന്റെ ലെങ്ത് എത്ര ആയിരിക്കണം? ട്രൂ ലെങ്ത് ആയിരിക്കണം. ട്രൂ ലെങ്ത് എത്രയാണ്? 65. ട്രൂ ലെങ്ത് 65 ആണ്. ട്രൂ ലെങ്ത് 65 എടുത്തു. എന്നിട്ട് ഈ ആംഗിൾ എത്ര എടുക്കണം? ദിസ് ആംഗിൾ ഈസ് എത്ര ഡിഗ്രി ആയിരുന്നു? 35 ഡിഗ്രി. കറക്റ്റ് അല്ലേ? 35 ഡിഗ്രി ടു 35 അല്ല, 30 ഡിഗ്രി ടു VP. 30 ഡിഗ്രി. സോ ഈ ആംഗിൾ 30 ഡിഗ്രി എടുക്കും. അഡോണ ഇത്രയും ക്ലിയർ അല്ലേ? ഓക്കെ, ദെൻ ഈ പോയിന്റിന് C2 എന്ന് പേര് കൊടുക്കുക. ഇതിന് C2. നമ്മൾ നേരത്തെ C1 ഡാഷ് കൊടുത്ത് ഇതിന് C2 എന്ന് പേര് കൊടുക്കുക. C2 ഈ പോയിന്റിന്. ഈ VPയുടെ ആംഗിൾ വരച്ച ഈ ലൈനിന് C2 എന്ന് പേര് കൊടുക്കുക. C2. ദെൻ ഈ C2വിൽ കൂടെ എന്ത് വരയ്ക്കാം? നമ്മൾ നേരത്തെ ഫ്രണ്ട് വ്യൂവിൽ ചെയ്ത പോലെ ഒരു ലോക്കസ് ലൈൻ വരയ്ക്കാം. ഇതിന് നമ്മൾ പേര് കൊടുക്കുക ടോപ്പ് വ്യൂ ലോക്കസ് ലൈൻ. മേളത്തിന് നമ്മൾ എന്തോ കൊടുത്ത? ഫ്രണ്ട് വ്യൂ ലോക്കസ് ലൈൻ. ദിസ് ഈസ് കോൾഡ് ടോപ്പ് വ്യൂ ലോക്കസ് ലൈൻ.
ടോപ്പ് വ്യൂ ലോക്കസ് ലൈൻ. ടോപ്പ് വ്യൂ ലോക്കസ് ലൈൻ എന്ന് പേര് കൊടുത്തു. ഓക്കെ. ദെൻ ഈ C2-നെ എന്ത് ചെയ്യണമെന്ന് അറിയോ? ഈ C2-നെ നേരെ നമ്മൾ മേളിലോട്ട് എവിടെ വരെയാണെന്നറിയോ? നമ്മുടെ D' ലൈൻ വരെ പ്രൊജക്ട് ചെയ്യണം. എന്നിട്ട് അതിന് C2' എന്ന് പേര് കൊടുക്കുക. C2'. അതിനെന്ത് പേര് കൊടുക്കണം? C2'. ഇത്രയും ക്ലിയർ ആണല്ലോ ആനന്ദ്? ക്ലിയർ സർ. ഓക്കെ. ഇനി നമ്മൾ കോമ്പസ് എടുത്തിട്ട് ഈ D' സെന്റർ D' C2'. ഇത്രയും റേഡിയസ് എടുക്കുക. കണ്ടോ? ഇത്രയും D' C2' റേഡിയസ് എടുത്തിട്ട് നമ്മുടെ ഫ്രണ്ട് വ്യൂ ലോക്കസിലോട്ട് ഒരു ആർക്ക് വരയ്ക്കണം. കണ്ടോ? ഫ്രണ്ട് വ്യൂ ലോക്കസിലോട്ട് ഒരു ആർക്ക് വരയ്ക്കും. അപ്പൊ ആർക്ക് എവിടെ ടച്ച് ചെയ്യും? നമ്മുടെ ഫ്രണ്ട് വ്യൂ ലോക്കസ് ടച്ച് ചെയ്യും. ദാറ്റ് പോയിന്റ് ഈസ് C'. അതിനെയാണ് നമ്മൾ എന്ത് പറയേണ്ടത്? C'. അതാണ് നമ്മുടെ ഫൈനൽ ഫ്രണ്ട് വ്യൂ. ഓക്കെ. C' കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ ജോയിൻ ദിസ് C' ആൻഡ് D'. C'-ഉം G'-ഉം ജോയിൻ ചെയ്യാം. അത് ഡാർക്ക് ആയിട്ട് വരയ്ക്കുക. ഇതാണ് ദിസ് ഈസ് ദി ഫ്രണ്ട് വ്യൂ. അപ്പൊ അത് ഉടനെ മെഷർ ചെയ്യണം എത്ര ഡിഗ്രിയാണ്. ഫ്രണ്ട് വ്യൂ എത്രയാണെന്ന് മെഷർ ചെയ്യണം. ഫ്രണ്ട് വ്യൂവിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 56.292. ആരെങ്കിലും വരയ്ക്കുന്നുണ്ടോ എന്റെ കൂടെ? ഉണ്ടോ ആരെങ്കിലും? അഡോണ വരയ്ക്കുന്നുണ്ടോ അതോ പിന്നെയാണോ വരയ്ക്കുന്നത്? കിട്ടിയോ? 56 കിട്ടിയോ നോക്കി. 56 കിട്ടിയോ? അവിടെ വരെ ആയില്ലയോ? ആയോ? 55. ഓക്കെ, അത് കുഴപ്പമില്ല. ആനന്ദ് വരച്ചായിരുന്നു? ആനന്ദ് മുന്നേ വല്ലതും വരച്ചോ? വരയ്ക്കുന്നുണ്ട് സാർ. 57. എത്ര കിട്ടി മുന്ന? 55 അല്ലേ? ഓക്കെ ഓക്കെ. സോ ഇപ്പൊ എനിക്ക് കിട്ടിയത് 56 ആണ്. അപ്പൊ നിങ്ങൾക്ക് ഒരു 1 മില്ലിമീറ്ററിന്റെ എറർ ഉണ്ട്. അത് കുഴപ്പമില്ല. ഓക്കെ. അപ്പൊ ഇതാണ് ഫ്രണ്ട് വ്യൂ ലെങ്ത് എന്ന് പറയുന്നത്. ഇതാണ് ഫ്രണ്ട് വ്യൂ. ഇനി ഫ്രണ്ട് വ്യൂ മേക്ക് ചെയ്യുന്ന ആംഗിളിനെ നമ്മൾ ആൽഫ എന്നാ പറയുന്നത്. ആൽഫ. ഈ ആംഗിൾ ആൽഫ. കണ്ടോ? ഈ ഫ്രണ്ട് വ്യൂ മേക്ക് ചെയ്യുന്ന ആംഗിളിനെ നമ്മൾ ആൽഫ എന്നാ പറയുന്നത്. ഈ ആംഗിൾ എത്രയാണെന്ന് കണ്ടുപിടിച്ച് ഇതിനെ അപ്പാരന്റ് ഇൻക്ലിനേഷൻ എന്നാ പറയുന്നത്. നമ്മൾ പ്രൊജക്ഷൻസ് ഓഫ് സോളിഡ്സ് പഠിച്ചപ്പോൾ നമ്മൾ അപ്പാരന്റ് ഇൻക്ലിനേഷൻ കണ്ടുപിടിക്കുന്ന ഓർമ്മയുണ്ടായിരുന്നല്ലോ. അപ്പാരന്റ് ഇൻക്ലിനേഷൻ. അപ്പൊ ഇതാണ് ആൽഫ, അപ്പാരന്റ് ഇൻക്ലിനേഷൻ. 54.7 കിട്ടിയോ? അഡോണ കിട്ടിയോ? 54 ഡിഗ്രി കിട്ടിയോ നോക്കി. 50. അതെ 50. എനിക്ക് 54.7 ആണ്. 54.7 എന്ന് പറഞ്ഞാൽ റൗണ്ട് ചെയ്ത് നമുക്ക് എത്ര ആയിട്ട് എഴുതാം? 55 ഡിഗ്രി എന്ന് പറഞ്ഞു എഴുതാം. ഓക്കെ. അപ്പൊ നമുക്ക് ഫ്രണ്ട് വ്യൂ കിട്ടി. അപ്പൊ ഫ്രണ്ട് വ്യൂ ലെങ്ത് ഈസ് 56.292 ആൻഡ് ആൽഫ ഫ്രണ്ട് വ്യൂ ഇൻക്ലിനേഷൻ ഈസ് 54.7 ഡിഗ്രി. ദെൻ ഇതിനെ പ്രൊജക്ട് ചെയ്താൽ ഈ C'-നെ ഇപ്പൊ കിട്ടിയ C'-നെ എന്ത് ചെയ്യണം? പ്രൊജക്ട് ചെയ്യുക നേരെ താഴോട്ട്. ടോപ്പ് വ്യൂ ലോക്കസ് ലൈൻ ഉണ്ടല്ലോ നമ്മുടെ. ടോപ്പ് വ്യൂ ലോക്കസ് ലൈനിലോട്ട് പ്രൊജക്ട് ചെയ്യാം. പ്രൊജക്ട് ചെയ്ത എല്ലാവരും ടോപ്പ് വ്യൂ ലോക്കസ് ലൈനിലോട്ട് പ്രൊജക്ട് ചെയ്യാം. ആ പോയിന്റിനെയാണ് നമ്മൾ C എന്ന് പേര് കൊടുക്കുക. C. That point is C. Join this D and C. Okay. So D യും C യോട് എന്ത് ചെയ്യുക? ജോയിൻ ചെയ്യുക. എന്നിട്ട് ഡാർക്ക് ചെയ്യുക. ഇതാണ് ടോപ്പ് വ്യൂ. ഈ DC എന്ന് പറയുന്നതാണ് ടോപ്പ് വ്യൂ. ടോപ്പ് വ്യൂവിന്റെ ലെങ്ത് എത്രയാണെന്ന് മെഷർ ചെയ്യുക. എനിക്ക് കിട്ടിയത് 45.9. അപ്പൊ നിങ്ങൾക്ക് 46 കിട്ടിയോ നോക്കി. അഡോണ 46 കിട്ടിയോ നോക്കി. 46. ഓക്കെ. ശരി. ഇനി അടുത്തത് ഈ C കിട്ടാൻ വേറൊരു വഴിയുണ്ട്. ഈ C കിട്ടുന്നത് എങ്ങനെയാന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു C1 എന്ന് പറഞ്ഞൊരു പോയിന്റ് കണ്ടില്ലേ? കോമ്പസ് എടുത്തിട്ട് ഡിയിൽ കുത്തിയിട്ട് D സെന്റർ DC1 റേഡിയസ് എടുക്കുക. എന്നിട്ട് ഒരു ആർക്ക് വരച്ച് താഴോട്ട്
നേരെ സി എന്ന് പറയുന്ന പോയിന്റ് കൂടെ പാസ് ചെയ്യും. കണ്ടോ? അപ്പൊ അങ്ങനെ നമുക്ക് സി കണ്ടുപിടിക്കാം. കണ്ടോ? DC1 റേഡിയസ് എടുത്ത് ആർക്ക് വരച്ചാൽ യു വിൽ ഗെറ്റ് സി. അങ്ങനെ നമുക്ക് ടോപ്പ് വ്യൂ കണ്ടുപിടിക്കാം. കിട്ടിയോ? ആനന്ദ് കിട്ടിയോ? മുന്ന കിട്ടി സാർ, കിട്ടി. ഓക്കെ കിട്ടി സാർ. ഓക്കെ. ഇനി നമുക്ക് ഇതിന്റെ ടോപ്പ് വ്യൂവിന്റെ ഇൻക്ലിനേഷൻ, അപ്പാരന്റ് ഇൻക്ലിനേഷൻ കണ്ടുപിടിക്കുക. ടോപ്പ് വ്യൂവിന്റെ ഇൻക്ലിനേഷൻ എന്ന് പറഞ്ഞാൽ കണ്ടോ, ഇതാണ് ടോപ്പ് വ്യൂവിന്റെ ആംഗിള് 45 ഡിഗ്രി. കണ്ടോ? ടോപ്പ് വ്യൂവിന്റെ ആംഗിൾ 45 ഡിഗ്രിയാണ്. ടോപ്പ് വ്യൂ VP-യുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ 45 ഡിഗ്രി, അല്ലെങ്കിൽ XY ലൈനുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ 45 ഡിഗ്രി എന്ന് പറയാം. കിട്ടിയോ? 45 കിട്ടിയോ? അഡോണ കിട്ടിയോ 45? ഓക്കെ. അപ്പം ഇത്രയേ ഉള്ളൂ ഇതിനകത്തില്. ഇതാണ് ഇതിന്റെ ലൈൻ റൊട്ടേഷന്റെ ബേസിക് പ്രോബ്ലമാണ്. ഈ പ്രോബ്ലം വെച്ചിട്ടാണ് നമ്മൾ ബാക്കി എല്ലാം ചെയ്യുന്നത്. അപ്പം ഈ പ്രോബ്ലം ഏത് ക്വാഡ്രന്റ് പ്രോബ്ലം ആയിരുന്നു? ഫസ്റ്റ് ക്വാഡ്രന്റ് പ്രോബ്ലം നമ്മളിപ്പോ ചെയ്തത്. ഫസ്റ്റ് ക്വാഡ്രന്റ് പ്രോബ്ലം. അപ്പൊ ഫസ്റ്റ് ക്വാഡ്രന്റില് ഫ്രണ്ട് വ്യൂ എബോവ് XY ലൈൻ ആയിരിക്കും, ടോപ്പ് വ്യൂ ബിലോ XY ലൈൻ ആയിരിക്കും. അതാണ് വ്യത്യാസം. ബാക്കി പ്രോസസ് എല്ലാം സെയിം ആണ്. അപ്പൊ ഇനി ഞാനിപ്പോ വേറൊരു ക്വാഡ്രന്റ് ഇരിക്കുന്ന പ്രോബ്ലം കൂടെ ഞാൻ ചെയ്യിക്കാം. ഓക്കെ. ദെൻ ഇനി അടുത്ത എന്താ ഇവിടെ പറഞ്ഞേക്കുന്നത് നോക്കിയേ. അപ്പൊ ഡ്രോ ദ പ്രൊജക്ഷൻസ് ഓഫ് ദ ലൈൻ എന്നായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പൊ പ്രൊജക്ഷൻസ് ഓഫ് ദി ലൈൻ എന്ന് ചോദിച്ചാൽ നിങ്ങൾ വാട്ട് ഈസ് ദ ഫ്രണ്ട് വ്യൂ ലെങ്ത് എടുത്തെഴുതണം. ഫ്രണ്ട് വ്യൂ ലെങ്ത് എത്ര? 56.292. ആൻഡ് ഫ്രണ്ട് വ്യൂവിന്റെ ഇൻക്ലിനേഷൻ എത്ര ഡിഗ്രിയാണ്? 54.7 ഡിഗ്രി. ദെൻ ടോപ്പ് വ്യൂ ലെങ്ത് എത്രയാണ്? 45.962. അപ്പൊ നിങ്ങൾ വരയ്ക്കുമ്പോൾ 46, എനിക്ക് കമ്പ്യൂട്ടർ ആയതുകൊണ്ടാണ് ഡെസിമൽ കിട്ടുന്നത്. ഓക്കെ. സോ 45.962. ആൻഡ് ടോപ്പ് വ്യൂ ഇൻക്ലിനേഷൻ എത്ര ഡിഗ്രിയാണ്? 45 ഡിഗ്രി. ഈ 4 കാര്യങ്ങൾ കണ്ടുപിടിക്കുമ്പോഴാണ് നിങ്ങളുടെ കറക്റ്റ് ആൻസർ ആവുന്നത്. എന്ത്? ഡ്രോ ദി പ്രൊജക്ഷൻസ് ഓഫ് ദി ലൈൻ. ആനന്ദ്, ഞാൻ ഈ പറഞ്ഞ കാര്യം പിടി കിട്ടിയോ? ഡ്രോ ദ പ്രൊജക്ഷൻ ഓഫ് ദ ലൈൻ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ കണ്ടുപിടിക്കണം? അതായത് ഫ്രണ്ട് വ്യൂവിന്റെ ലെങ്ത് നിങ്ങൾ എടുത്തെഴുതണം. 56 ബുക്കിലോട്ട് എടുത്തെഴുതുക. ഫ്രണ്ട് വ്യൂ ലെങ്ത് 56.292. ഫ്രണ്ട് വ്യൂ ഇൻക്ലിനേഷൻ ഈസ് 54.7 ഡിഗ്രി. ടോപ്പ് വ്യൂ ലെങ്ത് ഈസ് 45.962 ആൻഡ് ടോപ്പ് വ്യൂ ഇൻക്ലിനേഷൻ ഈസ് 45 ഡിഗ്രി. ഈ 4 കാര്യങ്ങൾ എടുത്തെഴുതണം. ഇനി അടുത്തത് ലൊക്കേറ്റ് ഇറ്റ്സ് ട്രേസസ്. ഇതിന്റെ ട്രേസസ് വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. ട്രേസ് എന്ന് പറഞ്ഞാൽ 2 ട്രേസ് ഉണ്ട്. ഹൊറിസോണ്ടൽ ട്രേസും ഉണ്ട്, വെർട്ടിക്കൽ ട്രേസും ഉണ്ട്. അതായത് ട്രേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലൈനിനെ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ HP-യിൽ വന്ന് ടച്ച് ചെയ്യുന്ന പോയിന്റിനെയാണ് ഹൊറിസോണ്ടൽ ട്രേസ് എന്ന് പറയുന്നത്. VP-യിൽ ടച്ച് ചെയ്യുന്ന പോയിന്റാണ് വെർട്ടിക്കൽ ട്രേസ് എന്ന് പറയുന്നത്. അപ്പൊ ലൈൻ റൊട്ടേഷൻ മെത്തേഡിൽ അത് ട്രേസ് വരയ്ക്കുന്ന മെത്തേഡ് ഞാൻ പറയാം. നിങ്ങളിപ്പം അതുപോലെ അങ്ങ് ഫോളോ ചെയ്താൽ മതി. ഓക്കെ, എന്റെ കൂടെ വരച്ചോളുക. ഓക്കെ. സോ നിങ്ങൾ ചെയ്യേണ്ട എന്താന്ന് വെച്ചാൽ ഈ ഫ്രണ്ട് വ്യൂവിനെ, നമ്മുടെ ഫ്രണ്ട് വ്യൂ ഉണ്ടല്ലോ D', C', അതിനെ അങ്ങ് പുറകോട്ട് അങ്ങ് എക്സ്റ്റെൻഡ് ചെയ്യുക. കണ്ടോ? എന്റെ കൂടെ തന്നെ ചെയ്താണ്. ഫ്രണ്ട് വ്യൂ ഇവിടെ 2 ലൈൻ ഉണ്ട്. ട്രൂ ലെങ്തിന്റെ ലൈനും ഉണ്ട്, ഫ്രണ്ട് വ്യൂവിന്റെ ലൈനും ഉണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഫ്രണ്ട് വ്യൂവിന്റെ ലൈനിനെ എന്ത് ചെയ്യണം? ബാക്കിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക. ചെയ്തോ? അഡോണ ചെയ്തോ? ഓക്കെ. ഈ ഫ്രണ്ട് വ്യൂവിന്റെ ലൈനെ നേരെ ബാക്കിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക. അത് XY ലൈനെ വന്ന് ടച്ച് ചെയ്യും. അതിന് നിങ്ങൾ പേര് കൊടുക്കണം H', സ്മോൾ H' എന്ന് പേര് കൊടുക്കുക. സ്മോൾ H'. Then draw a perpendicular line. Draw a perpendicular line through H'. H'-ൽ കൂടെ എന്ത് ചെയ്യും? ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുക. എന്നിട്ട് നമ്മുടെ ടോപ്പ് വ്യൂവിനെ എന്ത് ചെയ്യണം? എക്സ്റ്റെൻഡ് ദ ടോപ്പ് വ്യൂ. നമ്മുടെ ഈ ടോപ്പ് വ്യൂവിനെ എക്സ്റ്റെൻഡ് ചെയ്യുക. കണ്ടോ? ആ പെർപെൻഡിക്കുലർ ലൈനിലോട്ട് അങ്ങനെ വന്ന് ടച്ച് ചെയ്യുന്ന പോയിന്റിന്റെ പേര് കൊടുക്കുക. ദിസ് ഈസ് കോൾഡ് HT. ഇതിനെയാണ് HT എന്ന് കൊടുക്കുക, ഹൊറിസോണ്ടൽ ട്രേസ്. ഇത് പിടികിട്ടിയോ? ആനന്ദ പിടികിട്ടിയോ? ഹൊറിസോണ്ടൽ ട്രേസ് മനസ്സിലായി സാർ. ഓക്കെ. മുന്നേക്ക് പിടികിട്ടിയല്ലോ? ഓക്കെ. അഡോണ ഉണ്ടോ അവിടെ? സാർ പെർപെൻഡിക്കുലർ വരയ്ക്കത്തില്ലേ? അത്
XY ലൈനിന്റെ മുകളിൽ മാത്രമേ വരയ്ക്കത്തുള്ളൂ, അത് താഴോട്ട് എക്സ്റ്റെൻഡ് അല്ല, ഒരു പെർപെൻഡിക്കുലർ ലൈൻ ഇങ്ങനെ അങ്ങ് വരയ്ക്കുക. വരച്ചിട്ട് ആ വരയ്ക്കുന്ന എന്തിനാ? നമുക്ക് ഈ ടോപ്പ് വ്യൂവിനെ അതിൽ കൊണ്ടുപോയി മുട്ടിക്കാനാ. കണ്ടോ? അപ്പൊ മുകളിലോട്ട് നമുക്ക് എവിടോട്ടാ വരുന്നതെന്ന് അറിയത്തില്ല. ഇപ്പം HT എവിടെ? താഴെയാ വന്നേക്കുന്നത്. കണ്ടോ? ആ പെർപെൻഡിക്കുലർ ലൈനിൽ വന്ന് ടച്ച് ചെയ്തേക്കുന്ന താഴെയാ. കണ്ടോ? അപ്പൊ താഴോട്ട് വേണം വരയ്ക്കാൻ. മനസ്സിലായോ? ഇനി സിമിലർലി VT കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടോപ്പ് വ്യൂവിനെ എക്സ്റ്റെൻഡ് ചെയ്യുക XY ലൈനിലോട്ട്. അപ്പൊ അതാ ഇവിടെ വന്ന് ടച്ച് ചെയ്യും. ദിസ് പോയിന്റ് ഈസ് V. സ്മോൾ v എന്ന് കൊടുക്കുക. സ്മോൾ v. ടോപ്പ് വ്യൂവിനെ എക്സ്റ്റെൻഡ് ചെയ്യുക. ഇറ്റ് വിൽ ടച്ച് ദിസ് പോയിന്റ് V. എന്നിട്ട് ഇതേപോലെ തന്നെ എന്ത് വരയ്ക്കുക? ഡ്രോ എ പെർപെൻഡിക്കുലർ ലൈൻ ത്രൂ V. ഈ വിയിൽ കൂടെ എന്ത് വരയ്ക്കുക? ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? നമ്മുടെ ഫ്രണ്ട് വ്യൂവിനെ എന്ത് ചെയ്യുക? എക്സ്റ്റെൻഡ് ചെയ്യുക. ഫ്രണ്ട് വ്യൂവിനെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യും. ഫ്രണ്ട് വ്യൂവിനെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുക. ഫ്രണ്ട് വ്യൂവിനെ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിയുമ്പോൾ അത് എവിടെ വന്ന് ടച്ച് ചെയ്യും? ഫ്രണ്ട് വ്യൂവിനെ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിയുമ്പോൾ അത് ഇവിടെ വന്ന് ഈ പെർപെൻഡിക്കുലർ ലൈനെ വന്ന് ടച്ച് ചെയ്യും. അതിനെന്ത് കൊടുക്കണം? അതിന് VT എന്ന് കൊടുക്കണം. VT വെർട്ടിക്കൽ ട്രേസ്. പിടി കിട്ടിയോ? ആണോ പിടി കിട്ടിയത്? ഇല്ല സർ. അതായത് നമ്മുടെ ടോപ്പ് വ്യൂവിനെ നേരെ എക്സ്റ്റെൻഡ് ചെയ്യുക XY ലൈനിലോട്ട്. കണ്ടോ? ടോപ്പ് വ്യൂവിനെ എക്സ്റ്റെൻഡ് ചെയ്തേക്കുന്നത് കണ്ടോ? XY ലൈനിലോട്ട്. കണ്ടോ? അങ്ങനെ XY ലൈനെ വരുമ്പോ അവിടെ V എന്ന് പറയുന്ന പോയിന്റ് കണ്ടോ? സ്മോൾ V എന്ന് പറയുന്ന പോയിന്റ് കണ്ടോ? സ്മോൾ V. അതെവിടെ? ഈ നമ്മുടെ ടോപ്പ് വ്യൂവിനെ, നമ്മുടെ DC എന്ന് പറയുന്ന ടോപ്പ് വ്യൂവിനെ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിയുമ്പോൾ XY ലൈനെ ടച്ച് ചെയ്യുന്ന പോയിന്റ് ആണ് V. അത് മനസ്സിലായല്ലോ? അത് മനസ്സിലായോ? ഓക്കെ. എന്നിട്ട് ആ പോയിന്റിൽ നിന്ന് വീണ്ടും നമ്മൾ ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുക. ഒരു പെർപെൻഡിക്കുലർ ലൈൻ. ഓക്കെ. എന്നിട്ട് നമ്മുടെ ഫ്രണ്ട് വ്യൂ ഉണ്ടല്ലോ, D', C', അതിനെ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ആ പെർപെൻഡിക്കുലർ ലൈനെ വന്ന് ടച്ച് ചെയ്യും. ആ പോയിന്റ് ആണ് ഇത് VT. മനസ്സിലായോ? പിടികിട്ടിയില്ലെങ്കിൽ ചോദിച്ചോ, കുഴപ്പമൊന്നുമില്ല. ഈ ഫ്രണ്ട് വ്യൂന്ന് എക്സ്റ്റെൻഡ് ചെയ്യുന്നിടത്തൊന്നും ടോപ്പ് വ്യൂ എക്സ്റ്റെൻഡ് ചെയ്യുന്നിടത്തും പെർപെൻഡിക്കുലർ വരയ്ക്കും അല്ലേ? അതായത് ഫ്രണ്ട് വ്യൂ എക്സ്റ്റെൻഡ് ചെയ്യുന്നിടത്തും ടോപ്പ് വ്യൂ എക്സ്റ്റെൻഡ് ചെയ്യുന്നതും XY ലൈനിൽ കൊണ്ട് മുട്ടിക്കണം ആദ്യം. അവിടുന്ന് പെർപെൻഡിക്കുലർ വരച്ചിട്ട്, ഇപ്പൊ ഫ്രണ്ട് വ്യൂ നമ്മൾ വരച്ചിട്ട് പെർപെൻഡിക്കുലർ വരച്ചിട്ട് അടുത്ത വ്യൂവിനെ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ അത് ആ പെർപെൻഡിക്കുലർ ലൈനെ ടച്ച് ചെയ്യുന്ന പോയിന്റ് ആണ്. ഫ്രണ്ട് വ്യൂ ആണെങ്കിൽ അവിടെ HT കിട്ടും, ടോപ്പ് വ്യൂവിന്റെ പെർപെൻഡിക്കുലർ ആണെങ്കിൽ VT കിട്ടും. ഓക്കെ. എന്നിട്ട് നമ്മൾ ഒരു കാര്യം കൂടെ ചെയ്യണം. ഇതിന്റെ മെഷർമെന്റ് എടുത്ത് എഴുതണം. അതായത് ഈ HT നോക്കിയേ, HT എന്ന് പറയുന്നത് ഇപ്പൊ കാണാം. അപ്പൊ നിങ്ങൾ എടുത്തെഴുതണം 9.645 മില്ലിമീറ്റർ ബിലോ XY ലൈൻ എന്ന് എഴുതണം. കണ്ടോ? XY ലൈനിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ഞാൻ മാർക്ക് ചെയ്തേക്കുന്നത് കണ്ടോ? കാണുന്നുണ്ടോ? 9.645 എന്ന് കാണുന്നുണ്ടോ? ഓക്കെ. ആനന്ദ് കാണുന്നുണ്ടല്ലോ അല്ലെ? ഉണ്ട് സാർ. ഓക്കെ. അതുപോലെ VTയുടെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 13.64 ആണ്. കണ്ടോ? VTയുടെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 13.64 മില്ലിമീറ്റർ ബിലോ XY ലൈൻ ആണ്. ഇനി ഈ HTയും VTയും തമ്മിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ എടുത്തെഴുതണം. ഓക്കെ. HTയും VTയും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്ര നോക്കി? 9.645. അപ്പൊ ട്രേസസ് ചോദിക്കുമ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എടുത്തെഴുതണം. എന്തൊക്കെയാണ്? ഹൊറിസോണ്ടൽ ട്രേസ് ഈസ് 9 മില്ലിമീറ്റർ ബിലോ XY ലൈൻ, വെർട്ടിക്കൽ ട്രേസ് ഈസ് 13 മില്ലിമീറ്റർ ബിലോ XY ലൈൻ, and distance between horizontal trace and vertical trace is 9.645 millimeter. Clear? Clear ആണോ?